എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹോം ടിപ്സ് ആൻഡ് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ചെയ്യുന്നത് അപ്പത്തിൻ്റെ ബാക്കി മാവ് കൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പം എങ്ങനെ ഉണ്ടാക്കാവുന്നതാണ്. ഇവിടെ രാവിലെ അപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി മാവ് ഇരിപ്പുണ്ട്. ഇത് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കോരി മാറ്റുന്നുണ്ട്. ഏത് മെത്തേഡ് ഉപയോഗിച്ച് അരച്ച അപ്പത്തിൻ്റെ കൂട്ടാണെങ്കിലും നമുക്ക് ഇതുപോലെ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ഒരു വട്ടയപ്പത്തിന് ആവശ്യമായ മാവാണ് ഇവിടെ എടുക്കുന്നത്. ഈ വട്ടയപ്പം ഉടനെ തന്നെ ഉണ്ടാക്കുന്നില്ല. രാവിലെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം മാത്രമേ ഇത് ഉണ്ടാക്കുന്നുള്ളൂ. നമുക്ക് എത്ര മധുരം വേണം അതിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഏകദേശം 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 4-5 ഏലക്ക ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഏലക്കായുടെ ക്വാളിറ്റി അനുസരിച്ച് അളവിൽ വ്യത്യാസം വരും. രാവിലെ തന്നെ വട്ടയപ്പത്തിനുള്ള ചേരുവകളെല്ലാം ഒന്നിച്ച് ചേർത്ത് വെക്കുകയാണെങ്കിൽ വൈകുന്നേരം ഉണ്ടാക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. ഏലക്ക ഒന്ന് ചതച്ചിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൂട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഉണ്ടാക്കുന്ന സമയത്ത് എടുത്താൽ മതി. ഇതിലേക്ക് ഇനി ഒന്നും ചേർക്കുന്നില്ല. ഇതിനി നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. വട്ടയപ്പം ഉണ്ടാക്കാനുള്ള സമയമായപ്പോഴേക്ക് ഇത് പുറത്തെടുത്തിട്ടുണ്ട്. ഈ സമയമാകുമ്പോഴേക്ക് പഞ്ചസാരയൊക്കെ അടിയിൽ നന്നായിട്ട് അലിഞ്ഞു കിട്ടിയിട്ടുണ്ടാവും. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 5-6 മണിക്കൂറിൽ കൂടുതൽ ഒരിക്കലും പഞ്ചസാരയിട്ട് ഇതുപോലെ വെക്കരുത്. കൂടുതൽ സമയം വെച്ചിട്ടുണ്ടെങ്കിൽ വട്ടയപ്പം ഹാർഡായി പോകും. ഇനി ഇത് വട്ടയപ്പം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ പാത്രത്തിൽ കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇവിടെ ഒരു അപ്പച്ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. ഈ വെള്ളം തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഈ വട്ടയപ്പത്തിൻ്റെ കൂട്ട് ഇറക്കി വെക്കാം. അധികം വലിപ്പമില്ലാത്ത വട്ടയപ്പം ആയതുകൊണ്ട് 1/2 മണിക്കൂറിനകം തന്നെ റെഡിയാകും. രാവിലത്തെ അപ്പത്തിൻ്റെ ബാക്കി ഇരിപ്പുണ്ടെങ്കിൽ എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. വൈകുന്നേരം വളരെ എളുപ്പത്തിൽ നമുക്ക് 4 മണി പലഹാരം ഉണ്ടാക്കിയെടുക്കാം. ഡെക്കറേഷൻ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റും കിട്ടും. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂട്ടത്തിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഒരു ബെല്ലൈക്കൺ വരും. അതും കൂടി ഒന്ന് ആക്ടിവേറ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനുള്ള നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.